കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഒരുപക്ഷെ കഴിഞ്ഞ കുറേ മാസങ്ങളായി സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൻ്റെ വാർത്തകളാണ് ഏറ്റവും കൂടുതൽ ഓരോ ദിവസവും വരുന്നത്. ഈ ലഹരികട സംഘങ്ങളെ വ്യാപകമായതോടെ അവരെ പിടികൂടാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു നേതൃയോഗമൊക്കെ കൂടി എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. നിരവധി തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. അതിർത്തിയിലൊക്കെ പരിശോധനകൾ ശക്തമാക്കുന്ന പശ്ചാത്തലമുണ്ടായി. കഴിഞ്ഞ ദിവസവുമൊക്കെ ലഹരി പിടിച്ചത് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ലഹരിയാണ്. അവിടെയൊക്കെ വ്യാപകമായുള്ള പരിശോധനകൾക്കുള്ള നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും അവരെ പിടികൂടാൻ ശ്രമിക്കുന്ന പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കടുത്ത വെല്ലുവിളിയുണ്ട്. കാരണം ഇവരൊരു ഗ്യാങ് ആണ്, വലിയ ഗ്രൂപ്പാണ്, വലിയ അധോലോക സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ്. അവരെ പിടിക്കുക, നടപടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരായ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വലിയ വെല്ലുവിളിയാണ്. വലിയ പിന്തുണ അവർക്ക് വേണം താനും. ലഹരി കടത്തുകാരെ പിടികൂടാൻ ശ്രമിച്ച എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇന്നലെ കൊല്ലം കല്ലും താഴത്ത് കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. സമാനമായൊരു സംഭവമാണ് ഇന്ന് പാലക്കാട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. പാലക്കാട് വടക്കഞ്ചേരിയിൽ ലഹരി സംഘത്തെ പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ASI ഉവൈസിനെയാണ് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഉവൈസിന്റെ കാലിന് പരിക്കേറ്റു. ലഹരി ഇടപാട് നടത്തി തിരികെ വരുമ്പോൾ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കൂടെയുള്ള പോലീസുകാർ ചാടി മാറിയതിനാൽ വലിയ അപകടം ഉണ്ടായില്ല. ഇന്നലെ വൈകുന്നേരം കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ട്, ഒരു ഡീലിങ്സ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു രഹസ്യവിവരത്തെ തുടർന്ന് CI സാറും SI സാറും നിർദ്ദേശപ്രകാരം ഞങ്ങൾ 4 പേര് 2 ബൈക്കിലായിട്ട് പോയതാണ്. ശങ്കരൻ കണ്ണന്തോട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആളൊഴിഞ്ഞ തൊടിയിൽ ഡീലിങ്സ് നടക്കുന്നുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ വേറെ റോഡിൽ വെച്ച് ഞങ്ങൾ പുറകെ പോയി. അപ്പോൾ അവൻ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വണ്ടി വട്ടം വെച്ചതാണ്. വണ്ടി വട്ടം വെച്ച് ഡോറ് തുറന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ട് വരുമ്പോഴേക്കും ഞങ്ങളെ ഇടിച്ച് തെറിപ്പിച്ചാണ്. അതിലാണ് കാലിൽ ഇതായത്. അപ്പോൾ ഞങ്ങൾ നേരെ റോഡിലേക്ക് മറിഞ്ഞു വീണു. എൻ്റെ കാലിന് ഈ പരിക്കുണ്ട്. കൂടെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല. ഡ്രൈവിംഗ് സീറ്റിലുള്ള ആളിനെയാണ് നമ്മൾ വ്യക്തമായിട്ട് കണ്ടത്. പിന്നെ കാറിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ആ ഇരുട്ടായിരുന്നു. സംഭവത്തിന് പിന്നിൽ കല്ലിങ്കൽ പാടം സ്വദേശിയായ ലഹരി ഇടപാടുകാരൻ എന്നാണ് സംശയിക്കുന്നത്. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഷംന, നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൊല്ലത്തൊരു സംഭവം ഉണ്ടായി. ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം വീണ്ടും ആവർത്തിക്കുന്നു. വലിയ വെല്ലുവിളി നേരിടുകയാണ് ഉദ്യോഗസ്ഥർ. കാരണം സർക്കാർ സംവിധാനം ഉണർന്നപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ലഹരിക്കടത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടാകുന്നു. പലരും പിടിക്കപ്പെടുന്നു. ഇതിൻ്റെ എവിടെ നിന്നാണ് ലഹരി വരുന്നത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അപ്പോൾ ഇവർ നേരെ ഇപ്പോൾ ആക്രമണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തുടനീളം ഈ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് പിടിയിലാവുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വളരെ കൂടുതലാണ് ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ വളരെ കൂടുതലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു അമ്മയും മകനും ഉൾപ്പെടെയുള്ള 4 സംഘം പിടിയിലായത്. ഇത്തരത്തിൽ പാലക്കാട് കേന്ദ്രീകരിച്ച് ഈ ലഹരി കടത്ത് കൂടുതലാണ്, അല്ലെങ്കിൽ മറ്റ് ഈ സംസ്ഥാനങ്ങളിലേക്കും മറ്റ് ജില്ലകളിലേക്കും ഒക്കെ ലഹരി ഏൽപ്പിക്കുന്ന വിൽപ്പന നടത്തുന്ന പ്രധാന പ്രതികൾ ഉൾപ്പെടെയുള്ളവർ പാലക്കാട്ടുകാരാണ് എന്നൊക്കെ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പാലക്കാട് രാത്രിയും പകലുമൊക്കെ അന്വേഷണം ഊർജിതമാണ്. പ്രത്യേകിച്ച് പോലീസിന്റെയും ഡാൻസ് സ്റ്റാഫിന്റെയും എക്സൈസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളിലായി പല ഘട്ടങ്ങളായി വിവിധ ടീമുകളായി തിരിഞ്ഞൊക്കെ പരിശോധന ശക്തമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഇതിലാണ് ഈ സംഘത്തിനെ തിരിച്ചറിയുന്നു. പോലീസ് ഇവരുടെ ലഹരി ഇടപാട് നടത്തിയതിനു ശേഷം ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. ഈ വാഹനത്തിനെ പിന്തുടർന്നതോടുകൂടിയാണ് ഈ പോലീസുകാരുടെ വാഹനത്തിന് നേരെ ഇവരുടെ വാഹനം ഇടിച്ചു കയറ്റുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതും ഒക്കെ. അങ്ങനെ ASIക്കാണ് ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ ചാടി രക്ഷപ്പെട്ടത് കൊണ്ട് തന്നെ വലിയ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷെ അതേസമയം ഈ ASIക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ഒരു ഗുരുതരാവസ്ഥ ആണ് കാണിക്കുന്നത്. കാരണം ഈ ലഹരി
അതിന്റെ കണ്ണി പൊട്ടിക്കാൻ സംസ്ഥാനം ഒന്നാകെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഏറ്റവും ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുന്ന പോലീസുകാർക്ക് നേരെ, അന്വേഷണ സംഘത്തിന് നേരെ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് അവർക്കുണ്ടാകുന്നത്. വധശ്രമം ഉൾപ്പെടെ അവർക്ക് നേരെ ഉണ്ടാകുന്നു. ഇതാണ് ഇതിന്റെ ഈ ഒരു കേസിന്റെ ഗുരുതരാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ASIക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് മറ്റൊരു കാര്യമുള്ളത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കൂടുതലാകുന്നു എന്നൊരു വിവരം കൂടിയുണ്ട്. കാരണം നേരത്തെ ആദ്യഘട്ടത്തിലൊക്കെ എറണാകുളം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കൊച്ചിയിലാണ് ലഹരി വ്യാപനം കൂടുതൽ എന്നായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷെ അങ്ങനെയല്ല, പാലക്കാടേക്ക് കൂടി ഇത്തരം കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന അതിർത്തി ജില്ലയാണ് ഷംന. ഈ പറഞ്ഞതുപോലെ പിടിക്കപ്പെടുന്ന ലഹരികൾ എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു അമ്മയെയും മകനെയും പിടിച്ചിരുന്നു. അത് ബംഗളൂരുവിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ബംഗളൂരു കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി ഇടപാടുകളുടെയൊക്കെ ഒരു മിഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായും പാലക്കാടാണ്. അതുവഴിയാണ് വാഹനങ്ങൾ കടന്നു വരികയും മറ്റും ചെയ്തത്. സ്വാഭാവികമായും പാലക്കാട്ട് പരിശോധനകൾ കൂടുതൽ ശക്തമാക്കേണ്ടി വരും സർക്കാരിൻ്റെ പുതിയ ഉത്തരവിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ. അതിൻ്റെ ഭാഗമായിരിക്കാം ഈ പരിശോധന. അപ്പോൾ സ്വാഭാവികമായും ഈ ലഹരിക്കടത്ത് സംഘങ്ങൾക്കും പാലക്കാട്ടെ ഉദ്യോഗസ്ഥരോട് ഈ പറയുന്നതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ കാണാം. തീർച്ചയായും. കാരണം ഈ പാലക്കാട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിർത്തി ജില്ലയാണ്. ഇതുകൊണ്ട് തന്നെ ലഹരി വ്യാപനം ഇവിടെ കൂടുതലാണ്. മാത്രവുമല്ല, ലഹരി ഇടപാടുകൾ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്ന ലഹരികൾ, അതുപോലെ പാലക്കാട് നിന്നും എത്തിയ ലഹരി അത് മറ്റ് ജില്ലകളിലേക്കൊക്കെ കൈമാറ്റം ചെയ്യുന്നതും ഇത്തരം ഇടപാടുകൾ, ലഹരി ഇടപാടുകൾ ഇവിടെ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അമ്മയും മകനും ഉൾപ്പെടെ 4 അംഗ സംഘത്തിനെ പോലീസ് പിടികൂടിയത്. അതും ഇത്തരത്തിൽ ബംഗളൂരിൽ നിന്ന് എത്തിച്ച കഞ്ചാവായിരുന്നു. ഇവർ എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചാണ് കൂടുതലായി വിൽപ്പന നടത്തുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾ കടന്ന് അല്ലെങ്കിൽ ജില്ലകൾ കടന്നൊക്കെയുള്ള ഒരു ലഹരി ഇടപാട് സംബന്ധിച്ചാണ് പാലക്കാട് ഇപ്പോൾ കൂടുതലായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസും ഡാൻസാഫും എക്സൈസും ഒക്കെ വിവിധ ടീമുകളായി തിരിഞ്ഞ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളതും. പക്ഷെ അപ്പോഴും ഏറ്റവും വലിയ വെല്ലുവിളി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ അന്വേഷണം നടത്തി അതിന്റെ ആ ഒരു ലഹരി കണ്ണി പൊട്ടിക്കാൻ ശ്രമിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുന്നു. അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന പല കൊലപാതക കേസുകളിലും പ്രധാന പ്രതികൾ ഉൾപ്പെടെയുള്ളവർ ലഹരിക്ക് അടിമകളാണ്, ഈ ലഹരി ഇടപാട് നടത്തുന്നവരാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് വെല്ലുവിളിയാകുന്നതും. കാരണം ഈ ലഹരി കണ്ണി പൊട്ടിക്കുമ്പോൾ ഈ പ്രതികളൊക്കെ അവർക്ക് നേരെ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെ കൊലപാതക ശ്രമം നടത്തുന്നു. അവരെ കൊല്ലാൻ പോലും മടിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. പക്ഷെ അതേസമയം അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. രഞ്ജിത്ത്, അപ്പോഴും ഈ പാലക്കാട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രധാനപ്പെട്ട ഒരു ഹബ്ബായി മാറുന്ന പശ്ചാത്തലമുണ്ട്. പാലക്കാട് കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകളും കൂടുതൽ പോലീസ് സംവിധാനവും ഒക്കെ ആവശ്യമുണ്ട്. എക്സൈസിൻ്റെയും ഡാൻസ് ഓഫ് സംഘത്തിൻ്റെയൊക്കെ ജാഗ്രത വേണം. അത്തരത്തിലുള്ള ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ അന്വേഷണ വഴികളിൽ ഉണ്ടാകുന്നുണ്ടോ ഷംന? രഞ്ജിത്ത്, നിലവിൽ അങ്ങനെ പ്രത്യേക റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ പാലക്കാട് കേന്ദ്രീകരിച്ച് അന്വേഷണം ഇനി ശക്തിപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ടീമുകളായി തിരിഞ്ഞ് എക്സൈസും പോലീസും ഡാൻസ് ഓഫ് ഉൾപ്പെടെയുള്ളവർ വിവിധ ടീമുകളായി തിരിഞ്ഞായിരിക്കും ഇനി അന്വേഷണം ഉണ്ടാവുക. അത് ആ അന്വേഷണം ഊർജിതമായി തന്നെ തുടരും. പ്രത്യേകിച്ച് ഈ രാത്രി കാലങ്ങളിലൊക്കെയുള്ള ഈ അതിർത്തി കടന്നു വരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ അത് കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കും. ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു അന്വേഷണം കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഉണ്ട്. അത്തരമൊരു നടപടിയിലേക്ക് കൂടി കടന്നേക്കാം. കാരണം ഈ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചൊക്കെയുള്ള അന്വേഷണത്തിൽ പലതും വഴുതി പോവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസിന്റെ നിരീക്ഷണം ഉണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കി ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ലഹരി ഇടപാടുകാർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ആ അവസ്ഥ മറികടക്കാൻ വേണ്ടി രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു അന്വേഷണം കൂടി അന്വേഷണ സംഘം ഇപ്പോൾ പദ്ധതിയിടുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ടീമുകളായി തിരിഞ്ഞുള്ള ഒരു അന്വേഷണം ഉണ്ടാകും. എന്തായാലും കൂടുതൽ അതിർത്തി മേഖലകൾ അതുപോലെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള അന്വേഷണം കൂടുതൽ ഉണ്ടാകുക. അതേസമയം തന്നെ ചെറിയ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഈ കവലകളിലൊക്കെയുള്ള കടകൾ, സാധാരണ കടകളിൽ ഉൾപ്പെടെ ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നുകൂടെ ഒരു വിവരമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഈ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം ഉണ്ടാവുക. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. എന്നാലും പാലക്കാട്ട് പോലീസുകാരുടെ നേരെ വധശ്രമം ഉണ്ടാകുന്നു. പോലീസ് സംഘം പരിശോധനകൾ ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ ഈ സേനയുടെ
എന്താണ് വീര്യം, അത് നിർവീര്യമാക്കുക എന്നുള്ളതാണ്. സേനയുടെ ഒരു ആത്മബലമൊക്കെ നിർവീര്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ സംഘങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. കൃത്യമായ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇവർക്ക് അത്തരത്തിൽ ലഭ്യമായി കാണും എന്നുള്ളതാണ്. ഏതായാലും പോലീസുകാരൻ പരിക്കുണ്ട്, മറ്റു പോലീസുകാർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എങ്കിൽ പോലും ഈ സംഭവം ഒട്ടും ഗൗരവം കുറച്ച് കാണാവുന്ന ഒന്നല്ല താനും.